ഇടുക്കി ഏലപ്പാറ ഹെലിബറിയ തേയിലത്തോട്ടം അടച്ചുപൂട്ടിയ തോട്ടം ഉടമയുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. തോട്ടം അടച്ചുപൂട്ടിയതോടെ 400ഓളം തൊഴിലാളികളുടെ കുടുംബങ്ങളാണ് പട്ടിണിയിലായത്. സംയുക്ത തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഹെലിബറിയ തേയിലത്തോട്ടത്തിന്റെ ഹെലിബറിയ, വള്ളക്കടവ്, ചിന്നാർ, ചെമ്മണ്ണ ഡിവിഷനുകളാണ് അടച്ചുപൂട്ടിയത്. നല്ല പേരുണ്ടായിരുന്ന ഇവിടത്തെ തേയിലയുടെ കൂടെ നിലവാരം കുറഞ്ഞ തേയില കയറ്റി അയച്ച് പിടിക്കപ്പെട്ടതോടെയാണ് തോട്ടം പ്രതിസന്ധിയിലായത്. ഉടമകളുടെ പിടിപ്പുകേടിന്റെ ഫലം തൊഴിലാളികളുടെ തലയിൽ കെട്ടിവെക്കാൻ അനുവദിക്കില്ല എന്നാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ പറയുന്നത്. കൊച്ചി ഓപ്ഷനിൽ ചിന്നാർ ടീക്ക് നല്ല വിലയുണ്ടായിരുന്നു. ആ ചിന്നാർ ടീക്കകത്തേക്ക് മോശം തേയില ബ്ലെൻഡ് ചെയ്ത് ചാക്കിലാക്കി അവിടെ കൊണ്ടുപോയി ഓപ്ഷന് വെച്ച് വിറ്റു. അതും നേരത്തെ ചിന്നാർ തേയിലയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതേ വിലയ്ക്ക് തന്നെ അത് വിറ്റുപോയി. യാഷിൻ്റെ മക്കളുടെയും തോന്നിവാസവും കയ്യിലിരിപ്പും അത്യാഗ്രഹവും നിമിത്തമാണ് ഈ കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലായത്. അതിലാ തൊഴിലാളിയുടെ കുറ്റമല്ല, അത്യാഗ്രഹം കൊണ്ട് പറ്റിയതാണ്. അതുകൊണ്ട് അതിൻ്റെ പാപഭാരം വഹിക്കാനൊന്നും തൊഴിലാളിക്ക് കഴിയില്ല. എന്തായാലും ആ തൊഴിലാളികൾ കാണിച്ചിരിക്കുന്നത് അന്യായമാണ്. പിരിഞ്ഞുപോയ തൊഴിലാളികളുണ്ട്, അവർ ഗ്രാറ്റുവിറ്റി കൊടുത്തിട്ടില്ല. 15 ദിവസം ഗ്രാറ്റുവിറ്റി കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 15 മാസം കഴിഞ്ഞിട്ടും ഗ്രാറ്റുവിറ്റി കൊടുത്തിട്ടില്ല. 4 മാസത്തെ ശമ്പളം തൊഴിലാളികൾക്ക് ഉടമ നൽകാനുണ്ട്. PF വിഹിതം തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ചതിന് ശേഷം ഇത് 58 മാസമായി അടയ്ക്കാതെ കുടിശ്ശിക വരുത്തിയും മാനേജ്മെന്റ് തൊഴിലാളികളെ വഞ്ചിച്ചു. ഞങ്ങൾക്ക് 2 മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളം തന്നിട്ടില്ല. 74 മാസത്തെ PF ഞങ്ങൾക്ക് അടയ്ക്കാനുണ്ട്. ഞങ്ങൾക്ക് അതിന് ഒന്നും ഒരു രീതി ഞങ്ങൾക്ക് എടുക്കാത്ത ഒരു സാഹചര്യമാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ തോട്ടം അടച്ചതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഞങ്ങളുടെ മക്കളുടെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത ഒത്തിരി ജനങ്ങൾ ഞങ്ങൾ ഈ തോട്ടം മേഖലയിലുണ്ട്. 4 മാസമായി ശമ്പളം ലഭിക്കാതെ പ്രതിസന്ധിയിലായ തൊഴിലാളികൾ ശമ്പളം ചോദിച്ചതിൽ പ്രകോപിതനായി വെല്ലുവിളിച്ചാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഓഗസ്റ്റ് 6-ാം തീയതി രാത്രി 8 മണിക്ക് തോട്ടം ലോക്കൌട്ട് ചെയ്തതായി ഉടമ പ്രഖ്യാപിച്ചത്. ഇതിനുശേഷം വടക്കേ ഇന്ത്യക്കാരനായ ഇയാൾ നാടുവിടുകയും ചെയ്തു. 4 മാസമായി ശമ്പളം ലഭിക്കാതെ പല കുടുംബങ്ങളും നിലവിൽ പട്ടിണിയിലാണ്. 4 മാസത്തോളമായി ഞങ്ങളുടെ കുടിശ്ശിക ശമ്പളം ചോദിക്കുന്നത്. ഞങ്ങൾ ജോലി ചെയ്യുന്ന ശമ്പളം ചോദിച്ചാൽ ഉടനെ തന്നെ ഇവിടെ സ്ഥിരം ഇതൊരു പരിപാടിയായി 3-4 പ്രാവശ്യമായി ലോക്കൌട്ട് ചെയ്ത് ഇങ്ങനെ ഞങ്ങളെ പട്ടിണി തലത്തിലാക്കിയിരിക്കുന്നു. എല്ലാവരും പട്ടിണി തലത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോയി ഏലക്കാട്ടിൽ ജോലി ചെയ്താണ് ഇപ്പോൾ അവർ ഈ ദിവസങ്ങളിൽ ജീവിക്കേണ്ട ഗതികേടാണ്. ശമ്പളം ചോദിച്ചാൽ സ്ഥിരം ഇതൊരു ഭീഷണിയായിട്ട് എസ്റ്റേറ്റ് അടച്ചിട്ട് ഇവരിതൊരു സ്ഥിരം പരിപാടിയായിട്ട് തീർത്തിരിക്കുക. ഞങ്ങളുടെ PF 58 മാസത്തോളം PF അടയ്ക്കാനുണ്ട്. ആ PF അടയ്ക്കുന്നത് ചോദിച്ചാൽ അവർ ഒരു മറുപടിയും നൽകുന്നില്ല. CITU, AITUC, BMS തുടങ്ങിയ തൊഴിലാളി സംഘടനകൾ ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുമ്പോൾ കോൺഗ്രസ് അനുകൂല സംഘടനയായ INTUC സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.